ലാസ്റ്റ് പീരീഡ്സ് എന്നായിരുന്നു? ഡേറ്റ് ഓർമ്മയില്ല. 2 മാസം മുമ്പാന്ന് തോന്നുന്നു. 60 ഡേയ്സ്. വേറെ എന്തെങ്കിലും അസുഖമുള്ള ആളാണോ? ഇല്ല ഇല്ല. ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കണം, പിന്നെ 1-2 ബ്ലഡ് ടെസ്റ്റും. അത് ചെയ്തിട്ട് വന്നോളൂ. ഓക്കെ. അടുത്ത ആളെ വിളിക്കും. വെൽക്കം ടു ദ ക്ലബ് മാൻ. കൺഗ്രാറ്റ്സ് ബോബി. അർജുൻ എൻ്റെ കൊളീഗ. ഇത് നിഷ. നിഷ. ഹാഫിസ് ഡോക്ടറെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടായിരുന്നു. വൈഫിന് എങ്ങനെയുണ്ട്? രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഒടുക്കത്തെ ഛർദ്ദിൽ. ഭക്ഷണത്തിന് മണം കിട്ടിയാൽ മതി, അപ്പം തുടങ്ങും. വന്നൊരു ട്രിപ്പ് ഇട്ടിട്ട് പോകാമെന്ന് വെച്ചു. ഞങ്ങൾ ഹാഫിസ് ഡോക്ടറെ തന്നെയാണ് കാണിക്കുന്നത്. അടിപൊളി മനുഷ്യനാട്ടോ. അല്ലെങ്കിൽ ഈ ഗൈനക്കോളജിയിൽ ആണുങ്ങൾ കുറവാണെങ്കിലും ഉള്ളവന്മാരൊക്കെ പുലികളോ. നമ്മളെക്കാളും നന്നായി നമ്മുടെ ഭാര്യയുടെ സൈക്കോളജി മനസ്സിലാക്കികളെ. എന്നാ പിന്നെ കാര്യം നാളെ ഓഫീസിൽ വെച്ച് കാണാം. ശരി, പോവാം. ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണ്ണയം കുറ്റപരവും നിയമപരവുമായ ശിക്ഷാർഹവുമാണ്. ലിംഗനിർണ്ണയം ഇവിടെ നടത്തുന്നതല്ലോ. ഏത് വിളിക്കാണ് ഇതൊക്കെ അറിയേണ്ടത്? എന്താണ് ലിസ് ചെയ്ത്? കഴിഞ്ഞ തവണത്തെ പ്രസവത്തോടുകൂടി ഞാനിത് നിർത്താമെന്ന് പറഞ്ഞതല്ലേ? ഇതിപ്പോൾ എത്രാമത്തെ? 5? 4. 42 വയസ്സായില്ലേ നിങ്ങൾക്ക്? ഈ പ്രായത്തിലൊക്കെ ഡെലിവറി എന്തോ റിസ്ക്കാന്നറിയാവോ, നിങ്ങൾക്കും കുഞ്ഞിനും. അത് ഭർത്താവ്. കർത്താവ് തരുന്നല്ലെന്നും പറഞ്ഞുകൊണ്ടിരുന്നോ? അവസാനം കർത്താവ് വിളിക്കുന്നതിന് മുമ്പേ പോകേണ്ടി വരും കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. കർത്താവല്ല ഡോക്ടർ, ഭർത്താവ്. ഭർത്താവാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്, നിങ്ങളല്ലേ? ഇങ്ങനെ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെന്താ പറയാത്തത്? ഞാൻ കഴിഞ്ഞ തവണ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെ ഹെവി ആയിട്ടുള്ള ജോലികളൊന്നും ചെയ്യണ്ട കേട്ടോ. ചെല്ല്. ഓൾ റിസൾട്ട് സർ. സാറാ വിൻസെന്റ്. ഇരിക്കെ. ഞാനിവിടെ ജോയിൻ ചെയ്ത കാലം തൊട്ടുള്ള പ്രസവമാണ്. പാവം. ഹാപ്പി ആയിട്ടിരിക്കുക രണ്ടുപേരും. കൺഫേംഡ് ആണ്? എനിക്കിത് വേണ്ട ഡോക്ടർ. ഇത് ആക്സിഡന്റൽ പ്രഗ്നൻസിയാണ്, കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ. സാറാ, നമുക്കൊന്ന് ആലോചിച്ചിട്ട്. ഇനി എന്താ ആലോചിക്കാനുള്ളത്? നമ്മൾ നേരത്തെ തീരുമാനിച്ച കാര്യം. ഹലോ, ഇത് രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്ന് പെട്ടെന്ന് തീരുമാനിക്കേണ്ട കാര്യമല്ല. നിങ്ങൾ സമാധാനമായിട്ട് വീട്ടിൽ ചെന്നിരുന്ന് ആലോചിക്കും. എന്നിട്ട് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എൻ്റെ OP കഴിഞ്ഞിട്ടൊരു കൗൺസിലിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നോട് തീരുമാനം പറഞ്ഞാൽ മതി കേട്ടോ. എടാ, നിനക്ക് എത്ര ആളെ കിട്ടുള്ളൂ? അല്ല, ഹോസ്പിറ്റലിൽ നിന്ന് അർജുൻ വിളിച്ചു പറഞ്ഞപ്പോൾ അത് ഞാൻ പെട്ടെന്ന് എങ്ങനെ
എന്റെ മോളെ നീ ഇതുവരെ ഒന്നും എടുത്തില്ലയോ? എന്നതാ ഇത്? കഴിക്കാനൊന്നും ഇല്ലയോ? ഇത് മാത്രമേ ഉള്ളൂ? അയ്യോ അല്ലല്ല, ഇനിയുണ്ട്. ദാ ആ അതുകൊണ്ട് അങ്ങോട്ട് പോയി. വേറെ ഒന്നും ഇല്ലയോ? ഉണ്ടമ്മ. ഓ എടുക്ക എന്റെ കുഞ്ഞെ ഒന്ന് വേഗം. ആഹാ ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് വെച്ചേ. അയ്യോ മോളെ എന്നതായി കാണിക്കുന്നേ? അതൊക്കെ അവളെടുത്ത് വെച്ചോളൂ. മോൾ അവിടെ പോയിരിക്കേ. കൊള്ളാം. ദേ വേഗം എല്ലാം എടുത്തോണ്ട് വാ. മോളെടുക്കല്ലേ? മോളെ, ഞാൻ എടുത്തോളാന്നേ. എടുത്തോട്ടോ. വേണ്ടടാ. എനിക്ക് വേണ്ട വേണ്ട. പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നു. ഓ തുടങ്ങിയോ? ആ പ്രാക്ടീസ്. ശരിടാ. ശരി. ഓക്കെ. മോള് വാ, നമുക്ക് ബേബിയുടെ അടുത്ത് വാ. ഓ അതൊക്കെ വെച്ചാ ബേബി ഉണരും. വേണ്ട വേണ്ട. ആ ജീവ, എന്റെ ബാഗിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഇരിപ്പുണ്ട്. അത് ബാക്കിയുള്ള നെയ്ബേഴ്സിനും കൂടി കൊടുത്തേക്കേ. എന്താടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ഡോക്ടർ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഓക്കെ. ദൈവം അബ്രാഹത്തോട് അരുൾ ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേർ സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവൾ ജനതകളുടെ മാതാവാകും. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പോൾ അബ്രഹാം കമഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു, 100 വയസ്സ് തികഞ്ഞവന് കുഞ്ഞ് ജനിക്കുമോ? 90 കഴിഞ്ഞ സാറ ഇനി പ്രസവിക്കുമോ? മോളെ, ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. ഇതെന്റെ മോള് വെച്ചോ. അതാവേ. ആ ആ തൽക്കാലം അമ്മച്ചി പോകുന്നവരെ അബോഷന്റെ കാര്യം പറയണ്ട. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. The number you have dialed is